ഒടുവിൽ ഇറാന്റെ ഖാർക്ക് ദ്വീപിനെയും അമേരിക്ക ആക്രമിച്ചിരിക്കുകയാണ്. ഇറാന്റെ 5000-ഓളം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയപ്പോഴും ഇറാന്റെ 90% എണ്ണ വിതരണവും ഉൽപ്പാദനവും കയറ്റുമതിയും ഒക്കെ നടക്കുന്ന ഖാർക്ക് ദ്വീപിന് മാത്രം അമേരിക്കയും ഇസ്രായേലും തൊട്ടിരുന്നില്ല. അതിന് പ്രധാന കാരണം ഇവിടെ ആക്രമിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ക്രൂഡ് ഓയിൽ വില ക്രമാതീതമായി വർദ്ധിക്കും എന്നതുകൊണ്ടാണ്. തന്ത്രപ്രധാനമായ ഒരു പ്രദേശം എന്ന നിലയ്ക്കും അതിനെ തൊട്ടതുകൊണ്ട് വേറെ മറ്റു കാര്യങ്ങളൊന്നും ഇറാനുമേൽ ഫലിപ്പിക്കാൻ ഇല്ല എന്നതുകൊണ്ടും അമേരിക്കയും ഇസ്രായേലും അതിന് മുതിർന്നിരുന്നില്ല. നേരത്തെ ടെഹ്റാനിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ നെതന്യാഹുവുമായി ട്രംപ് തർക്കത്തിൽ ഏർപ്പെട്ടെന്നും ഇരുവരും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചു എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അന്താരാഷ്ട്ര രംഗത്ത് എണ്ണവില കുതിച്ചുയരാൻ ഇത് കാരണമാകും എന്നതിനാൽ ഓയിൽ ഫെസിലിറ്റികൾ ആക്രമിക്കരുത് എന്നാണ് അന്ന് അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്ന ആശയം. എന്നാൽ യുദ്ധം 15-ാം നാളിൽ എത്തി നിൽക്കുമ്പോൾ യുദ്ധതന്ത്രങ്ങളിലും മറ്റും അമേരിക്ക വിയർക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ജാള്യത മറക്കാൻ എന്നോണമാവാം ഇപ്പോൾ പറഞ്ഞ വാക്കുവിഴുങ്ങി പരിചയമുള്ള ട്രംപ് ഖാർക്ക് ദ്വീപിനെയും എണ്ണ ഉൽപ്പാദന വിതരണ കേന്ദ്രത്തെയും ആക്രമിക്കുവാനുള്ള പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഓരോ ദിവസവും ഞങ്ങൾ ഇങ്ങനെ ആക്രമിക്കും, ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ അട്ടിമറിക്കും, ഞങ്ങൾ ശക്തമായി ആക്രമിക്കും എന്ന് ട്രംപ് പറയുമ്പോൾ പോലും നിങ്ങൾ ആക്രമിക്കൂ, ഞങ്ങൾ തിരിച്ചും ആക്രമിക്കാം എന്ന ലളിതമായ ഉത്തരമാണ് അവർ പറയുന്നത്. ചർച്ചയാവാം എന്ന് അമേരിക്ക പറയുമ്പോൾ താല്പര്യമില്ല എന്ന മറുപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ലോക മേധാവിത്വം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ വാക്കുകൾക്കും ആയുധങ്ങൾക്കും വില കൽപ്പിക്കാതെയുള്ള ഇറാന്റെ നീക്കത്തെ യഥാർത്ഥത്തിൽ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ പെടുത്തിയിരിക്കുന്നു എന്നതാണ് ലോകം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ജാള്യത മറക്കാനായിരിക്കണം ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്വന്തം പറഞ്ഞ വാക്ക് പോലും വിഴുങ്ങിക്കൊണ്ടുള്ള ഖാർക്ക് ദ്വീപിനെ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക പോയിട്ടുള്ളത്. ദ്വീപിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ തകർത്തതായി പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ആക്രമണത്തിലും തങ്ങളുടെ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്നും പ്രവർത്തനം തുടരുകയാണ് എന്നുമാണ് ഇറാൻ പ്രതികരിക്കുന്നത്. ഖാർക്ക് ദ്വീപിൽ 15-ലധികം സ്ഫോടനങ്ങൾ ഉണ്ടായതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഖാർക്ക് ദ്വീപ് വഴിയാണ്. ഈ കേന്ദ്രത്തിന് നേരെയുള്ള ഏതൊരു ആക്രമണവും ആഗോള എണ്ണ വിപണിയെ സാരമായി ബാധിക്കും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ അന്താരാഷ്ട്ര ഊർജ ഏജൻസി IEA തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ നിന്ന് 400 ദശലക്ഷം ബാരൽ എണ്ണ പുറത്തുവിടാൻ തീരുമാനിച്ചെങ്കിലും വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ എണ്ണ വ്യവസായത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന കർശന നിലപാടിലാണ് ട്രംപ്. സൈനിക കേന്ദ്രങ്ങൾക്ക് പിന്നാലെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആക്രമണം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചതായി ഇറാന്റെ ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങൾക്ക് നിലവിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ആക്രമണത്തിന് മറുപടിയായി ഇറാൻ നൽകുന്നത് ശക്തമായ മുന്നറിയിപ്പാണ്. തങ്ങളുടെ എണ്ണ സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ മേഖലയിലെ അമേരിക്കൻ പങ്കാളിത്തമുള്ള എല്ലാ എണ്ണ കമ്പനികളെയും ഊർജ്ജ കേന്ദ്രങ്ങളെയും ചാരമാക്കുമെന്നാണ് ഇറാന്റെ ഖാത്തമുൽ അംബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വക്താവ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ഹോർമുസ് കടലിടുക്കിന്മേലുള്ള നിയന്ത്രണം ഇറാൻ ശക്തമാക്കുന്നത് ആഗോള ഊർജ്ജ വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയുമാണ്. ഈ ഖാർക്ക് ദ്വീപ് ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായും പിടിച്ചെടുക്കുകയാണെങ്കിൽ അവിടേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാൻ കടന്നു വരുന്ന സൈനികരെ കൂടി ഉൾപ്പെടുത്തി ആ ദ്വീപ് തന്നെ ഇല്ലാതെയാക്കാനുള്ള പദ്ധതികൾ ഇറാൻ ആലോചിക്കും എന്നൊക്കെയുള്ള ചില വിലയിരുത്തലുകൾ അന്താരാഷ്ട്ര രംഗത്ത് ചില ആളുകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഇറാൻ തയ്യാറാകുമോ എന്നത് മറ്റൊരു കാര്യം. എന്നിരുന്നാലും ഇറാന്റെ കയ്യിൽ നിന്ന് അവ നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ഇറാൻ അതിന് മുതിർന്നേക്കും എന്ന ചില സൂചനകൾ ഉള്ളതുകൊണ്ട് ഒരു കരയാക്രമണത്തിലൂടെയല്ലാതെ ആ ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്കക്ക് സാധിക്കില്ല എന്നത് ഇവിടെ വ്യക്തമാവുകയാണ്. അതേസമയം തന്നെ ഹോർമുസ് അടച്ച ഇറാന്റെ നീക്കത്തിനെതിരെ ശക്തമായ മറുനീക്കവുമായി ഇപ്പോൾ അമേരിക്ക രംഗത്തെത്തുന്നു എന്ന പുതിയ വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. നേരത്തെ ഇറാന്റെ കപ്പൽ പാത മറികടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ നേരിടാൻ കടലിൽ മൈനുകൾ തീർക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇവ നിക്ഷേപിച്ച രംഗവും പുറത്തു വന്നിരുന്നു. അവ എടുത്തുമാറ്റണമെന്ന് അമേരിക്ക നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ
ഇറാൻ അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ 2500 മറീനുകളെ പേർഷ്യൻ തീരത്തേക്ക് നിയമിക്കുവാനും അമേരിക്ക ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. മൈനുകൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിലുള്ള വിദഗ്ധരാണ് അവർ. അവരെ സഹായിക്കുന്നതിനായി പ്രത്യേക കപ്പലുകളും മറ്റ് സംവിധാനങ്ങളും അമേരിക്ക കൊണ്ടുവരുന്നുണ്ട്. ഏതായിരുന്നാലും ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കാർക്ക് ദ്വീപ് കൂടി ആക്രമിക്കപ്പെട്ടതോടെ അടുത്ത ഇറാന്റെ നീക്കം എങ്ങനെയായിരിക്കും എന്നാണ് ലോകം ഭയപ്പാടോടെ നോക്കിക്കാണുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.